blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എനിക്കറിയാം, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വലിയ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കുത്തി നിറച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഏതാണ്ട് 6ഓളം കുടുംബങ്ങളുണ്ട്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തി, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, അവരുടെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവരുടെ കുടലിനകത്തുള്ള എല്ലാ രോഗങ്ങളും ഈ സമയത്ത് സൗഖ്യമാകട്ടെ. അഞ്ചേരിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൻ്റെ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലമ്പൂരിൽ നിന്ന് ജോണിക്കുട്ടി ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു നല്ല ആരോഗ്യം കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. കർത്താവെ, മുംബൈയിൽ നിന്നുള്ള അലക്സാണ്ടർ ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇളയ മകൾക്ക് ഒരു നല്ല ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലപ്പുറത്തു നിന്നുള്ള ജോസ് ആൻഡ് ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ സാമ്പത്തികമായ കടഭാരങ്ങളിൽ നിന്ന് വിടുതലുണ്ടാകട്ടെ. കർത്താവെ, മുളന്തുരുത്തിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാം ഇവരുടെ എല്ലാവരുടെ മേലും വന്ന് ചേരട്ടെ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പാല നവംബർ 20 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ പാല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി നവംബർ 21 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ അടിമാലി. ഒക്ടോബർ മാസത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ നടത്തപ്പെട്ട ആനുവൽ കോൺഫറൻസ് എന്നുള്ള ദൃശ്യങ്ങളും വീഡിയോകളും സന്ദേശങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ 4 ദിവസങ്ങളായി നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നും നിങ്ങൾ കാണാൻ പോകുന്നത് അത് തന്നെയാണ്. പക്ഷേ ബ്രദർ ഡാമിയൻ മിനിസ്ട്രിയിലേക്ക് കയറിയ സമയത്ത് അദ്ദേഹം സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് കീപ് ബേണിംഗ് എന്നായിരുന്നു. സത്യത്തിൽ അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. വളരെ ശക്തമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ തീയുടെ അഭിഷേകം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉള്ള ചില ക്ലിപ്പിങ്ങുകൾ, ചില പ്രസക്തമായ ഭാഗങ്ങളാണ് ഇനിയുള്ള സമയത്ത് കാണാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങളിലേക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ തീ വന്നു ചേരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. Today I'm going to speak to you in this opening session about keep the fire burning. ഇന്ന് ഞാൻ നിങ്ങളോട് തുടക്ക സെഷനിൽ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിലെ അഗ്നിയെ നിലനിർത്തുക എന്നുള്ളതാണ്. 4-5 പേരോട് പറയുക, ദൈവം പകർന്ന അഗ്നിയെ കെടുത്താതെ ജ്വലിപ്പിക്കുക. പറഞ്ഞേ, 4-5 പേരോട് പറ. Keep the fire burning in you. Lift your right hand. നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചാലും And everybody say, Father, I want to keep the fire always burning in me. പറഞ്ഞാലും, പിതാവേ, എപ്പോഴും ആ അഗ്നി എന്നിൽ കെടാതിരിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. You can lift both of your hands and pray. നിങ്ങൾക്ക് നിങ്ങളുടെ 2 കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമയത്ത് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. Father, help me keep the fire burning in me. പിതാവേ, അങ്ങേ പകർന്ന ആ അഗ്നി കെടാതെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. Pray a strong prayer right now. ഹൃദയത്തിൽ നിന്ന് ശക്തിയായ ഒരു പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങിയ every brother, every sister, എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരിമാരും ഈ സമയത്ത് എല്ലാവരും ശക്തിയായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ all children and all youths, എല്ലാ കുട്ടികളും എല്ലാ യുവാക്കന്മാരും ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ all the choir over there, അവിടെ ഇരിക്കുന്ന എല്ലാ കൊയറിലുള്ളവർ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ all the men of God sitting there, ഇവിടെ ഇരിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാരും ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ Father, help me to keep the fire always burning in me. പിതാവേ, എൻ്റെ ഉള്ളിൽ അങ്ങ് പകർന്ന അഗ്നി കെടാതെ സൂക്ഷിക്കുവാൻ അങ്ങനെ സഹായിക്കണമേ. Hallelujah. ഹല്ലേലൂയ. And in
this conference, I believe in these 3 days, the fire of the Holy Spirit will be coming and visiting and residing in every individual. ഞാൻ വിശ്വസിക്കുകയാണ് ഈ 3 ദിവസങ്ങൾ ഓരോ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഗ്നി അതിശക്തമായി വരികയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിൽ മേൽ ആ ശക്തി കൂടുതലായി പകരപ്പെടാൻ പോവുകയാണ്. Come on. Holy Spirit, it is your hour. പരിശുദ്ധാത്മാവ് ഇത് അങ്ങയുടെ സമയമാണ്. These are your hungry people, Lord. കർത്താവ് ഇത് അങ്ങയുടെ ദാഹിക്കുന്ന ജനമാണ്. People purchased by the precious blood of the Lamb. യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ അങ്ങയുടെ സ്വന്തം ജനമാണല്ലോ. Send your holy fire into this conference, Lord. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ അഗ്നിയെ ഈ കോൺഫറൻസിലേക്ക് അങ്ങ് അയക്കണമേ. The fire of the Holy Spirit is already on the move. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ അത് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. Those who recognize it, realize it, how more of the fire of the Holy Spirit. അത് തിരിച്ചറിയുന്ന ജനങ്ങൾ കൈകളടിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് പ്രാപിക്കാൻ തുടങ്ങിയാലോ. The Holy Spirit says the day of Pentecost shall repeat again and again in history. പരിശുദ്ധാത്മാവ് പറയുകയാണ്, പെന്തക്കോസ്തിന്റെ ദിവസം ചരിത്രത്തിൽ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കാൻ പോവുകയാണ്. Are you ready, people of God? ദൈവ ജനമേ, നിങ്ങളത് പ്രാപിക്കുവാൻ തയ്യാറാണോ? Oh, I love you, Jesus. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ്. I love you, Holy Spirit. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ്. We need more of your fire. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഗ്നി അധികമായി ഞങ്ങൾക്ക് വേണം. We need the fire in every home. എല്ലാ കുടുംബങ്ങളിലും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നി വേണം. We need the fire in all blessing festivals. എല്ലാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലും ദൈവമേ അങ്ങയുടെ അഗ്നിയെ ഞങ്ങൾക്ക് വേണം. If the apostles of Jesus needed it, we need more. യേശുവിന്റെ അപ്പോസ്തലന്മാർക്ക് ഈ അഭിഷേകം, ഈ അഗ്നി വേണമെങ്കിൽ നമുക്ക് അതിനേക്കാൾ അധികമായി ഈ അഗ്നി ആവശ്യമാണ്. The Holy Spirit is looking for fire hungry people. പരിശുദ്ധാത്മാവ് ഈ സമയം നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെ ദാഹത്തോടുകൂടെ കർത്താവേ അങ്ങയുടെ അഗ്നി എനിക്ക് വേണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? അവരെ പരിശുദ്ധാത്മാവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Father, I want more anointing, more fire than anyone else. പിതാവേ, മറ്റുള്ളവരെക്കാൾ അധികമായി അങ്ങയുടെ അഗ്നി എനിക്ക് വേണം, അങ്ങയുടെ അഭിഷേകം എനിക്കിന്ന് വേണം. Some people who are alcoholics are getting delivered because the fire is visiting their brain. ഈ സമയത്ത് മദ്യപാനികളായിരിക്കുന്ന ആളുകൾ ഈ സമയത്ത് അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. കാരണം ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളുടെ തലയുടെ മേൽ, തലച്ചോറിന്റെ മേൽ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. This is not an ordinary conference. This is an extraordinary conference. Fire soaked. This is a fiery conference because the God we serve is a fiery God. ഈ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്, ഇത് സാധാരണ നടക്കുന്നത് പോലെയുള്ള ഒരു മീറ്റിംഗോ കോൺഫറൻസോ അല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറഞ്ഞ, അഗ്നി പകരപ്പെടുന്ന, അഗ്നിയുടെ അഭിഷേകം പകരപ്പെടുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ ഒരു കോൺഫറൻസ് ആണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ആ സന്ദേശത്തിലെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. എന്നാൽ പിറ്റേ ദിവസവും കാര്യങ്ങൾ വിഭിന്നമായിരുന്നില്ല. അദ്ദേഹം മൈക്രോഫോൺ എടുത്തെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ വളരെ, എനിക്ക് തോന്നുന്നു അന്ന് ഞാനായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവാഹമാണ് അന്ന് കാണാനായി സാധിച്ചത്. അതുമാത്രമല്ല, അതിനിടയിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള രോഗസൗഖ്യങ്ങൾ, ശരീരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള വ്യക്തിയൊക്കെ ക്രൗഡിനിടയിൽ നിന്ന് ഓടി സ്റ്റേജിലോട്ട് വരുന്ന, ഞാനിതൊന്നും പറയുന്നതിനേക്കാൾ നിങ്ങളത് കാണുന്നത് നല്ലത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
ഒരുപക്ഷെ ഇന്ന് പ്രാർത്ഥന നടന്നില്ലെങ്കിൽ പോലും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിടപ്പ് രോഗികൾ, കിടപ്പിലായിരിക്കുന്ന ചില വ്യക്തികൾ സൗഖ്യമാകാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ നടന്ന ആ കാഴ്ചയിലേക്ക് പോകാം. When we read the Acts of the Apostles, അപ്പസ്തോല പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ chapter 1, Jesus ascended. ഒന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. Hallelujah. ഹല്ലേലൂയ. Chapter 2, the Holy Spirit descended. എന്നാൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോഹണം താഴേക്ക് ഇറങ്ങി വരികയാണ്. That means Jesus finished his ministry on earth. അതിന്റെ അർത്ഥം യേശു കർത്താവ് ഭൂമിയിൽ തന്റെ ശുശ്രൂഷ തികച്ചു. And he was seated on the right hand side of the Father. എന്ന് മാത്രമല്ല പിതാവിന്റെ വലതുഭാഗത്തായി അവൻ ഇരുത്തപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Still he is engaged in some ministry there, sitting on the throne. ഇപ്പോഴും പിതാവിന്റെ വലതുഭാഗത്തുള്ള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവൻ പല ശുശ്രൂഷകളിലും തിരക്കുള്ളവനായി വ്യാപൃതനായിരിക്കുകയാണ്. The main ministry is praying for us. അദ്ദേഹത്തിന്റെ യേശുവിന്റെ സ്വർഗ്ഗത്തിൽ ഇരുന്നു കൊണ്ടുള്ള പ്രധാന ശുശ്രൂഷ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. Many people cry, I don't have an intercessor on earth. Nobody is praying for me. ഒത്തിരി ആളുകൾ കരഞ്ഞുകൊണ്ട് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, എനിക്കൊരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ ഈ ഭൂമിയിലില്ല. But let me tell you one thing. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. 24/7 Jesus Christ is praying for you very close to the Father. ഓർക്കുക, 24 മണിക്കൂറും വർഷത്തിന്റെ 365 ദിവസവും നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നിന്റെ യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Hallelujah. Hallelujah. You know what happened when the Holy Spirit descended? പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? All the apostles stood up. എല്ലാ അപ്പസ്തോലന്മാരും എഴുന്നേറ്റ് നിന്നു. Hallelujah. Hallelujah. Jesus finished his ministry on earth and he was seated on the right hand side of the Father. യേശു കർത്താവ് ഈ ഭൂമിയിലുള്ള തന്റെ ശുശ്രൂഷ തികച്ച ശേഷം പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി കഴിഞ്ഞപ്പോൾ The apostles start ministering. നോക്കുക, ഭൂമിയിലുള്ള അപ്പസ്തോലന്മാർ എഴുന്നേറ്റ് ശുശ്രൂഷ ആരംഭിച്ചു. Hallelujah. Hallelujah. When Jesus sat on the throne, യേശു സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ all his disciples stood up to minister. തന്റെ ശിഷ്യന്മാരെല്ലാവരും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ശുശ്രൂഷ ആരംഭിച്ചു. In this generation, we are the ones to stand and minister for the Lord. അതുകൊണ്ട് ഈ തലമുറയിൽ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കേണ്ട വ്യക്തികൾ നാം ഓരോരുത്തരുമാണ്. Hallelujah. Hallelujah. And as you will be worshiping the Lord together in unity, നിങ്ങൾ ഐക്യതയോടെ ഒരുമിച്ച് നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ all the demon spirits will jump out because the fire of the Holy Spirit is present there. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ബ്ലെസ്സിംഗ് സെന്ററിനകത്തുള്ളത് കൊണ്ട് എല്ലാ പൈശാചികമായ കുട്ടി പിശാചുക്കളും അതിനകത്ത് ചാടി വെളിയിലേക്ക് ഇറങ്ങിയോടും. Hallelujah. Hallelujah. You don't need to cast them out, automatically they will come out. ഈ കുട്ടി പിശാചുക്കളെ നിങ്ങൾക്ക് ശാസിച്ചമർത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അഭിഷേകത്തിന്റെ നടുവിൽ തനിയെ അത് ഓടിപ്പോകും. This is the time you can stand and pray. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. Everywhere stand and pray. എല്ലായിടത്തും ഇപ്പോൾ ജനങ്ങൾ എഴുന്നേറ്റ് നിന്നാലും Lift your hands and ask of the Lord. കർത്താവിനോട് കൈകൾ ഉയർത്തിയിട്ട് ചില കാര്യങ്ങൾ ഈ സമയത്ത് ചോദിച്ചാലും. Thank you, Jesus. നന്ദി യേശുവേ. Come on, pray, pray, pray. Lord, കൈകൾ ask, ഉയർത്തിയിട്ട് ask. ഏതാണ് നിന്റെ സ്വപ്നം? എന്താണ് നിന്റെ ശുശ്രൂഷയുടെ സ്വപ്നം? അവിടേക്ക് ഒരു അഭിഷേകം താ കർത്താവേ പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങ്. Ask of me, I will give you nations as your inheritance. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി ഞാൻ നിനക്ക് നൽകും. Don't ask for wealth, don't ask for money, don't ask for gold, but ask for people to come to Jesus. ഈ സമയത്ത് പണത്തിന് വേണ്ടിയോ ധനത്തിന് വേണ്ടിയോ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ജനങ്ങൾ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാല് Lift your voices. കൈകൾ ഉയർത്തിക്കൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ട് ശബ്ദമുയരട്ടെ. Lift your voices right now. ഇപ്പോൾ തന്നെ ശബ്ദമുയർത്തി. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Jesus. നന്ദി യേശുവേ.
I can see multitudes getting released to worship the Lord. യേശുവിനെ ആരാധിക്കുവാൻ വലിയ ജനക്കൂട്ടങ്ങൾ വിടുതൽ പ്രാപിച്ചോടി വരുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. The Lord is taking away all the blindfoldings from the eyes of the people. ജനങ്ങളുടെ മേൽ കിടക്കുന്ന കുരുട്ട് കണ്ണുകൾ മാറി പോകുന്നതായി ഞാൻ കാണുന്നു. People are getting released. They are getting free in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ജനങ്ങൾ ഇതാ സ്വതന്ത്രമാകുകയാണ്, വിടുതൽ പ്രാപിക്കുകയാണ്. From your district, from your Gram Panchayat, people are getting released by the hands of the mighty Lord. നിന്റെ ജില്ലയിൽ നിന്റെ പഞ്ചായത്തിനകത്ത് നീ നിൽക്കുന്നത് നിമിത്തമായി ദൈവം തമ്പുരാൻ ജനങ്ങളെ വിടുവിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. Now this is a wonderful promise. The Lord says, every man, every woman who is carrying your family name shall be released, shall be saved. ഒരു വലിയ വാഗ്ദാനം ഇതാ, നിന്റെ വീട്ടുപേരിൽ വിളിക്കപ്പെടുന്ന ഓരോ മനുഷ്യനും ഓരോ സ്ത്രീയും നിന്റെ നിമിത്തം ഇത് വിടുവിക്കപ്പെടാൻ പോകുകയാണ്. ഇടുപ്പലിന് പ്രയാസമുണ്ടായിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് എ മേജർ മിറക്കിൾ. എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. ഇടുപ്പലിന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, കുനിഞ്ഞു നോക്കുക, നിവർന്ന് നോക്കുക, പിരിഞ്ഞു നോക്കുക, വളഞ്ഞു നോക്കുക, ഇരുന്ന് നോക്കുക, എഴുന്നേറ്റ് നോക്കുക, നടന്നു നോക്കുക. നന്നായി ചെക്ക് ചെയ്ത് ബോധ്യമായെങ്കിൽ മുന്നോട്ട് വരാം. ഈ ഭാഗത്ത് ഇടുപ്പലിന് ആരോ ദിസ് എ മേജർ മിറക്കിൾ, ഇൻസ്റ്റന്റേനിയസ് മിറക്കിൾ. നോക്കുക. ബെൽറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അഴിച്ചു കളയുക. ബെൽറ്റ് ഇട്ട് നടുവിന് വേദനയുമായി ബെൽറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അഴിക്കുക. ചെക്ക് ചെയ്ത് നോക്കുക. Something has happened. If you are the person, you can come forward. Quickly. Yeah, here comes a person. Oh my Jesus. This is the person. What happened? ഇലക്ട്രിക്കൽ ലൈനിലെ ജോലിക്കാരനാണ് ഞാൻ. KSCB-യുടെ. ഓക്കെ. അങ്ങനായി പണിയില്ലാതായപ്പോൾ പൈപ്പ് ലൈനിന്റെ വർക്കിന് പോയി. പണിയില്ലാതെ പൈപ്പ് ലൈനിന്റെ വർക്കിന് പോയി, പ്ലംബറായിട്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ JCB ഇങ്ങനെ സ്ട്രെഞ്ച് എടുത്തിട്ടിരിക്കുക. JCB. ഓക്കെ. യാ പറഞ്ഞോ. ഓ, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇടുപ്പിന് എന്ത് സംഭവിച്ചു എന്ന് പറയൂ. ഓ ജീസസ്. Oh my God, the power of the Holy Spirit. Yeah. അപ്പോൾ പൈപ്പ് പൊട്ടിച്ച് അടുത്ത ജസ്റ്റ് പൈപ്പ് പൊട്ടിക്കാനായിട്ട് കാലിൽ അങ്ങോട്ട് എടുത്ത് മലന്നു വീണു. ഓക്കെ. ഇത് പോയി സൈഡിൽ ഇടിച്ചിട്ട് ഒരു കൊല്ലത്തോളമായി. ഒരു വർഷമായി. ഈ ഇപ്പം ഞാൻ പോസ്റ്റിന്റെ പണിക്ക് പോവുക. ഇപ്പോ വീണ്ടും മറ്റേ ജോലിയിലേക്ക് KSCB-യിലെ കോൺട്രാക്ട് ആയിട്ടാണോ പോയി? കൂടെ പണിയുക. ഓക്കെ. കോൺട്രാക്ട് വർക്ക് ചെയ്യാം. ഓക്കെ. ഈ പോസ്റ്റ് ചില തേരിയുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞങ്ങൾ 5-6 പേര് കൂടിയാ കൊണ്ടുപോകുന്നത്. ഓക്കെ. കൊണ്ടുപോകുമ്പോൾ ഈ വെയിറ്റ് കൂടുമ്പോഴേ കാലിന് പിടിക്കാനൊക്കത്തില്ല. ഓക്കെ. ഈ ഇലക്ട്രിക് പോസ്റ്റ് എടുക്കുമ്പോൾ ഓക്കെ 1000 കിലോ താപമുള്ള കിലോ ഉണ്ട്. ഓക്കെ. 1000 കിലോഗ്രാം ഉള്ള വലിയ പോസ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഭാഗത്ത് വലിയ വേദന ഉണ്ടാവും. 5-6 പേര് കൂടി എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ വെയിറ്റ് എനിക്ക് താങ്ങാനൊക്കത്തില്ല. ഓക്കെ. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ടാ ഞാൻ താന്നു പോയെങ്കിൽ അവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ. അത് കാരണം ഞാൻ സഹിച്ചുകൊണ്ട് കർത്താവിനെ സഹിച്ചുകൊണ്ട് ഓക്കെ കുറെ നാൾ കൂടി ഞാൻ ബുദ്ധിമുട്ടുക. എൻ്റെ കർത്താവല്ലേ ഇന്നിപ്പോ ഇവിടെ ബ്രദർ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ചേട്ടാ എന്തോ സംഭവിച്ചിട്ടുണ്ട് ചേട്ടന്റെ ശരീരത്തിൽ, അതൊന്ന് പറഞ്ഞു, അതാ ഞങ്ങൾക്ക് കേൾക്കണ്ടേ. ഒരു ഒഴുക്ക്, ശരീരം മൊത്തം ഒരു ഒഴുക്ക്, ശരീരം മൊത്തം ഒരു ഒഴുക്ക്, തടകല് തടകല് പോലെ ഒരു തടകല്. ഇവിടെ ഏതെങ്കിലും മർമ്മ വൈദ്യന്മാരുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ സൃഷ്ടിച്ചവന്റെ കരങ്ങൾ കേടുപാടുള്ള ഭാഗത്ത് തലോടിയപ്പോ തുള്ളിച്ചാടി പാടിയിടം തുള്ളിച്ചാടി പാടിയിടം തുള്ളിച്ചാടി പാടിയിടം ആരോഗ്യമുള്ളവരെല്ലാം തുള്ളിച്ചാടി പാടിയിടം തുള്ളിച്ചാടി പാടിയിടം
പേര് പറ. പുരുഷോത്തമൻ. എവിടെ നിന്ന് വരുന്നേ? പത്തനംതിട്ട. പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന പുരുഷോത്തമനെ യേശു കർത്താവ്. ഓ ജീസസ്, വാട്ട് എ വണ്ടർഫുൾ ജീസസ് വി ഹാവ്. ഇലക്ട്രിക് ലൈനിൽ കയറി പോസ്റ്റും ചുമന്ന് നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ ആഘാതത്തിൽ പിന്നെ പ്ലംബിങ്ങിൻ്റെ പണിക്ക് പോയി, തിരിച്ച് ആ പണിക്ക് വന്നു. അതിഭയങ്കരമായ 1000 കിലോഗ്രാമുള്ള പോസ്റ്റ് എടുക്കുമ്പോൾ ആ വേദനയിൽ സഹിച്ച് പുളഞ്ഞ മനുഷ്യനോട് ഇന്ന് യേശു പറഞ്ഞു, നീ സഹിച്ചത് മതി. ഓട്ടോയ്ക്ക് പോയപ്പോൾ ആക്സിഡന്റ് ഉണ്ടായി. ഒരു വണ്ടി കുറുക്കെ കയറിയപ്പം ചാച്ചൻ ബ്രേക്ക് ഇട്ടതാ. ഭർത്താവാണ് ഓടിച്ചത്. ഓക്കെ. ബ്രേക്ക് ഇട്ടപ്പം മുന്നോട്ട് പോയിട്ട് എനിക്ക് ഇവിടെ ഇടിച്ചായിരുന്നു. മുന്നോട്ട് പോയിട്ട് പുറകിൽ നമ്മുടെ ഇവിടെ സൈഡ് ഉണ്ടല്ലോ പിടിക്കുന്നത്, അവിടെ വന്ന് പടക്കോന്നും പറഞ്ഞുകൊണ്ട് ഇടിച്ചതാ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഈ കർട്ടന്റെ വർക്കൊക്കെ ആയിരുന്നു, അതൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോൾ നടുവേദന, പെട്ടെന്ന് നടുവേദനയ്ക്ക് വന്ന് ആശുപത്രി പോയപ്പോൾ പറഞ്ഞ ഡിസ്കിന് ചെറിയ അകൽച്ച ഉണ്ടായിരുന്നു, ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞു. ഞാൻ കുറെ നാളിട്ട്. ഞാനാണെങ്കിൽ ഇവിടെ വന്ന് നിന്നപ്പോൾ ആണെങ്കിൽ എനിക്ക് ഇവിടെയും വേദന ഉണ്ടായിരുന്നു. എവിടെ നിന്നത് ഇപ്പോ? ആന്റിയുടെ അടുത്ത് ഈ ഭാഗത്ത്. ഇവിടെ. അപ്പോൾ ആണേല് ഇവിടെ വന്ന് നിന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ ആകെ അങ്ങ് ചൂട് പോലെ വന്നായിരുന്നു, ദേഹത്തോട്ട് ചൂട് കയറി വരുന്ന പോലെ. പിന്നെ ചൂട് വന്നു. ഇത് AC ഹോളാണെന്ന് ഓർക്കണം, നിരത്തി വെച്ചേക്ക് AC. പക്ഷേ AC ഹോളിനകത്ത് ഒരു ഹീറ്റ് വേവ് തൻ്റെ ശരീരത്തിൽ. എന്നിട്ട് ചൂട് പോലെ വന്നിട്ട് കയ്യിലാണേലും ഇങ്ങനെ തഴുകുന്ന പോലെ, നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇങ്ങനെ തഴുകുന്ന പോലെ നമ്മുടെ കയ്യിൽ, എന്റെ കയ്യില് തഴുകുന്ന പോലെ വന്നപ്പോ ബ്രദർ അവിടെ നിന്ന് പറഞ്ഞ് നടുവേദന ഉള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അവിടെ നിന്നോട്ട് ചെക്ക് ചെയ്തിട്ട് എനിക്കൊരു വിശ്വാസക്കുറവ്. ഞാൻ അപ്പുറത്തേക്കുന്ന ആന്റിയോട് പറഞ്ഞു, നീ ഇവിടെ ഒന്ന് ഇടിച്ചു നോക്കാവോ എന്ന് ചോദിച്ചു. എന്നിട്ട് വേദനയില്ല, ഇപ്പൊ വേദനയില്ല. ഏത് നാട്ടുകാരിയാ? കായംകുളം. കായംകുളത്ത് നിന്ന് വരുന്നു. പേര്? ഷൈനി സജു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉദയപൂർ നവംബർ 25 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വിവേകാനന്ദ ഓഡിറ്റോറിയം, മോഹൻലാൽ സുഖാദിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഉദയപൂർ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ട നവംബർ 26 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഇമ്മാനുവൽ മിഷൻ ചർച്ച് ഓഡിറ്റോറിയം, കോട്ട ജംഗ്ഷൻ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡൽഹി നവംബർ 27 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. സെയിന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയം, സെയിന്റ് തോമസ് കമ്മ്യൂണിറ്റി ഹാൾ, 59 മന്ദിർ മാർക്ക് പോലീസ് സ്റ്റേഷന് സമീപം, ന്യൂഡൽഹി 110001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ജയ്പൂർ നവംബർ 28 ശനി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഭാരതം ഓഡിറ്റോറിയം, ടാഗോർ പബ്ലിക് സ്കൂൾ ക്യാമ്പസ്, വൈശാലി നഗർ, നാഷണൽ ഹാൻഡ്ലൂമിന് എതിർവശം, ജയ്പൂർ, രാജസ്ഥാൻ. ഇനി നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ തന്നെ അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതേ അത്ഭുതങ്ങൾ ഇന്നും ആവർത്തിക്കുന്നു. യേശുവിൻ്റെ കാലത്ത് നടന്ന അതേ അത്ഭുതങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിലും ആവർത്തിക്കപ്പെടുന്നു. അതുപോലെ ഇത് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ ആവർത്തിക്കാനായിട്ട് പോവുകയാണ്. ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും, കർത്താവെ ഇപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ആ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവെ, നടുവിന് പ്രശ്നമുള്ള വ്യക്തികൾ, മറ്റു പല രോഗങ്ങളുള്ള വ്യക്തികൾ, ഈ സമയത്ത് തന്നെ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ മഹാത്ഭുതം തന്നെ അവിടെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ തന്നെ കർത്താവെ, വായ്ക്കകത്ത് പുണ്ണുള്ള, വായ്ക്കകത്ത് എപ്പോഴും ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന അസുഖമുള്ള വ്യക്തി, ബ്ലിസ്റ്റേഴ്സ് വരുന്നത് ഇപ്പോൾ സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ തൊണ്ടയുടെ ശബ്ദം ഇടയ്ക്ക് നിന്നു പോകുന്നു. ശബ്ദം നിന്നു പോയാൽ 2-3 ആഴ്ച വരെയും നിങ്ങൾക്ക് സ്വരം കാണുകയില്ല.
കാണുകയില്ല. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ കയ്യിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഒത്തിരി നെഗറ്റീവ് റിപ്പോർട്ടുകൾ, ഒന്നിലധികം നെഗറ്റീവ് റിപ്പോർട്ടുകളുമായിട്ട് നിങ്ങൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിന് ശേഷം നിങ്ങൾ പോയി പരിശോധിക്കുക. ഈ റിപ്പോർട്ടുകൾ നിങ്ങളിൽ വളരെയധികം മാനസികമായ വേദനകൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായി കാണാം. പക്ഷേ കർത്താവ് പറയുന്നു ആ അസുഖങ്ങളെല്ലാം മാറ്റി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, ഒരു അനുഗ്രഹത്തെ കർത്താവ് നിങ്ങൾക്ക് നൽകുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹത്തെ അങ്ങ് പകർന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. വർഷങ്ങളായിട്ട് വീട് പണി നടക്കുന്നു, പക്ഷെ വീട്ടിനകത്തേക്ക് കയറി താമസിക്കുവാൻ പറ്റാത്ത വിധത്തിൽ പണി പൂർത്തിയാകാത്ത ചിലരുടെ വീട് പണി വളരെ പെട്ടെന്ന് കർത്താവ് പൂർത്തിയാക്കുവാനായി പോവുകയാണ്. അതിനുള്ള വഴികളെയും വ്യക്തികളെയും കർത്താവ് ഒരുക്കി തരാനായിട്ട് പോവുകയാണ്. വളരെ ദൂരേക്കൊരു ട്രാൻസ്ഫർ വന്നത് നിമിത്തമായിട്ട് വളരെയധികം വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണുന്നു. കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫർ അത് വളരെ ദൂരേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരികയില്ല. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഫേവർ കൊണ്ട് അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾ സ്ഥിരപ്പെടുവാനായിട്ട് പോവുകയാണ്. കർത്താവെ, അനുഗ്രഹങ്ങളെ അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു. ഓരോ യൗവനക്കാർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ലക്ഷ്യബോധമില്ലാത്ത, ജോലിക്ക് പോകുവാൻ സാധിക്കാത്ത വിധത്തിൽ ലക്ഷ്യബോധമില്ലാതെ നിൽക്കുന്ന ചില യൗവനക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരട്ടെ. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ്, ഒരു വലിയ മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ വല്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ, കർത്താവെ, അത്ഭുതം സംഭവിക്കട്ടെ, നല്ല ജീവിത പങ്കാളികൾ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും ഈ സമയത്ത് സൗഖ്യമാകട്ടെ. സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ നീട്ടിയാലും യേശുവിൻ്റെ നാമത്തിൽ ആ രോഗികൾ ഓരോരുത്തരായി രോഗങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന പാലയിലാണ്, കോട്ടയം ജില്ലയിൽ പാലയിൽ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേയിലൂടെ പ്രത്യേകമായ അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കണം. നാളെ അടിമാലിയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ കർത്താവ് പകരട്ടെ. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കാണാം.